നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. കൊച്ചിയിലെ പാർത്താസ് വെറും ഒരു വലിയ കട എന്നതിലുപരി അതൊരു ലാൻഡ്മാർക്ക് ആയിരുന്നു. കേരളത്തിലെ തുണിത്തരങ്ങളുടെ പര്യായമായ പാർത്താസ് എന്ന പേരിന് 1916 തൊട്ടുള്ള പഴക്കമുണ്ട്. തുണി വ്യാപാരത്തിലെ പരമ്പരാഗത ബിസിനസ് വൈദഗ്ധ്യത്തിൽ വേരൂന്നിയതാണ് ഈ സംരംഭം. 1960-ൽ പാർത്താസ് ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ ഈ സംരംഭം ഔപചാരികമായി സ്ഥാപിതമായി. കോട്ടയത്ത് നിന്ന് ആരംഭിച്ച ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്ത സ്ഥാപകരായ പരേതനായ ശ്രീ ലക്ഷ്മണ റെഡ്ഡിയാർ, പരേതനായ ശ്രീ ശ്രീനിവാസ റെഡ്ഡിയാർ എന്നിവർ ചേർന്നാണ് പാർത്താസ് എന്ന പേര് നൽകിയത്. സ്ഥാപകന്റെ മൂത്ത മകൻ പാർത്ഥസാരഥിയുടെ സ്മരണയ്ക്കായാണ് പാർത്താസ് എന്ന പേര് നൽകിയത്. 1960-ൽ ആരംഭിച്ച ഈ ഗ്രൂപ്പിന്റെ അവിഭാജ്യ ഘടകമായ കൊച്ചി ഷോറൂം ഏകദേശം 6 പതിറ്റാണ്ടുകളായി നഗരത്തിലെ ഒരു പ്രധാന റീറ്റെയിൽ സാന്നിധ്യമായിരുന്നു. കേരളത്തിലെ നിരവധി ആളുകൾക്ക് അറിയാവുന്നതും സന്ദർശിക്കുന്നതുമായ ഒരു സ്ഥലമായിരുന്നു, പ്രത്യേകിച്ച് വസ്ത്രങ്ങൾക്കായി. പതിറ്റാണ്ടുകളായി കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള വളരെ തിരക്കേറിയ ഒരു റോഡായ MG റോഡിൽ അത് തല ഉയർത്തി നിന്നു. കുടുംബങ്ങൾ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്ന ഒരു സ്ഥലമായിരുന്നു അത്, പ്രത്യേകിച്ച് ഓണം, വിഷു പോലുള്ള ഉത്സവകാലത്ത്, അല്ലെങ്കിൽ വിവാഹം പോലുള്ള ഒക്കേഷൻസിന്. പരമ്പരാഗത കേരള വസ്ത്രങ്ങൾ, സാരി, മുണ്ടുകൾ എന്നിവ മുതൽ മോഡേൺ വസ്ത്രങ്ങൾ വരെ വൈവിധ്യമാർന്ന തുണിത്തരങ്ങൾക്ക് ആളുകൾ പാർത്താസിനെ ആശ്രയിച്ചു. നിരവധി തലമുറകളുടെ ഓർമ്മകൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അത്. വളരെ കാലമായി നഗരജീവിതത്തിന്റെ ഭാഗമായിരുന്ന എല്ലാവർക്കും പരിചിതവും വിശ്വസനീയവുമായി തോന്നുന്ന ഒരു സ്ഥലം സങ്കല്പിക്കുക. കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി ആളുകൾക്ക് അത് പാർത്താസ് ആയിരുന്നു. വസ്ത്രങ്ങൾ വാങ്ങുക എന്നത് മാത്രമായിരുന്നില്ല അത്, നഗരത്തിലെ ഷോപ്പിംഗ് അനുഭവത്തിന്റെ ഭാഗമായിരുന്നു. ഒരു പ്രധാന കൊമേഴ്ഷ്യൽ ഏരിയയായ MG റോഡിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അത് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും ഷോപ്പർമാർക്ക് ഒരു പോപ്പുലർ സ്ഥലവുമായിരുന്നു. വർഷങ്ങളായി പാർത്താസ് നഗരത്തിന്റെ വളർന്നു വരുന്ന ചില്ലറ വ്യാപാര മേഖലയുടെ പ്രതീകമായിരുന്നു. കാലത്തിനനുസരിച്ച് വളരുകയും പൊരുത്തപ്പെടുകയും ചെയ്ത ഒരു പരമ്പരാഗത ബിസിനസ്സിനെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ വൈവിധ്യമാർന്ന വസ്ത്രശേഖരം അത് വാഗ്ദാനം ചെയ്തു. ഇത് നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുകയും പല കുടുംബങ്ങൾക്ക് ഉപജീവനമാർഗം നൽകുകയും ചെയ്തു. ഈ പാർത്താസിന് വലിയൊരു കാര്യം സംഭവിച്ചപ്പോൾ അത് നഗരത്തിന്റെ കഥയുടെ ഒരു ഭാഗം മാറുകയും ദൈനംദിന ജീവിതത്തിൽ വലിയൊരു മാറ്റം പോലെയും തോന്നി. 2023 സെപ്റ്റംബറിൽ കൊച്ചിയിലെ പലരെയും അത്ഭുതപ്പെടുത്തിയ ആ സംഭവം നടന്നു. MG റോഡിലെ പാർത്താസ് ടെക്സ്റ്റൈൽസ് അടച്ചുപൂട്ടി. ഇത് നവീകരണത്തിനായി താൽക്കാലികമായി അടച്ചുപൂട്ടുകയോ ഒരു ചെറിയ ഇടവേള എടുക്കുകയോ ആയിരുന്നില്ല. ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമുള്ള അടച്ചുപൂട്ടലായിരുന്നു ഇത്. കെട്ടിടം ഒരു ബാങ്ക് ഏറ്റെടുത്തു എന്ന വാർത്ത പെട്ടെന്ന് പരന്നു. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആ സ്വത്ത് കൈവശപ്പെടുത്തി. പാർത്താസിന്റെ ഉടമകൾക്ക് അവർ എടുത്ത ഒരു വലിയ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനാലാണ് ബാങ്കിന്റെ ഈ നടപടി. കുടിശ്ശിക തുക വളരെ വലുതായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 37.69 കോടി രൂപ. ഒരു വ്യക്തിയോ ബിസിനസ്സോ ഒരു ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ കാലക്രമേണ അത് പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ അവർ സമ്മതിക്കുന്നു. ചിലപ്പോൾ വായ്പയ്ക്ക് ജാമ്യമായി ഒരു കെട്ടിടമോ ഭൂമിയോ പോലുള്ള ഒരു ആസ്തിയും അവർ സ്ഥാപിക്കുന്നു. അതായത് പണം തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുടിശ്ശികയുള്ള പണം തിരിച്ചു പിടിക്കാൻ ബാങ്കിന് ആ ആസ്തി കൈവശപ്പെടുത്താൻ നിയമപരമായ അവകാശമുണ്ട്. പാർത്താസിന്റെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ കെട്ടിടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ബാങ്ക് സർഫേസി ആക്ട്, അതായത് ദി സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് എന്ന നിയമം ഉപയോഗിച്ചു. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെയും ജീവനക്കാരുടെയും തിരക്കിന് പകരം ആളുകൾ കെട്ടിടത്തിലും മറ്റും നോട്ടീസുകൾ കണ്ടു. വാതിലുകൾ അടച്ചിട്ടിരുന്നു. ഏകദേശം 60 വർഷമായി MG റോഡിൽ സ്ഥിരമായി പ്രവർത്തിച്ചിരുന്ന പ്രശസ്തമായ ആ തുണിക്കട ആ സ്ഥലത്തിന് തുറക്കില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കാരണങ്ങൾ നോക്കുമ്പോൾ പാർത്താസ് പോലുള്ള ഒരു വലിയ ദീർഘകാല ബിസിനസ് അടച്ചുപൂട്ടൽ സാധാരണയായി ഒരു രാത്രിയിൽ സംഭവിക്കില്ല. കാലക്രമേണ ഉയർന്നു വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഫലമാണിത്. ബാങ്ക് നടപടിയെടുക്കാനുള്ള അടിയന്തര കാരണം തിരിച്ചടയ്ക്കാത്ത വായ്പയാണെങ്കിലും ഇത്രയും വലിയ തുക തിരിച്ചടയ്ക്കാൻ ബിസിനസ് പാടുപെടുന്നതിന് നിരവധി കാരണങ്ങളുണ്ടാകാം. പരമ്പരാഗത സ്റ്റോറുകൾക്ക്, പ്രത്യേകിച്ച് ചില്ലറ വ്യാപാരം സമീപ വർഷങ്ങളിൽ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതായി മാറിയിരിക്കുന്നു. കോമ്പറ്റീഷൻ വളരെ വലുതായി. നിരവധി വ്യത്യസ്ത ബ്രാൻഡുകളുള്ള പുതിയ ഷോപ്പിംഗ് മാളുകൾ തുറന്നിട്ടുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് വളരെ ജനപ്രിയമായി തീർന്നിരിക്കുന്നു. ഇത് ആളുകൾക്ക് അവരുടെ വീടുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ അനുവദിക്കുന്നു. പലപ്പോഴും ഡിസ്കൗണ്ടും ഡോർ സ്റ്റെപ്പ് ഡെലിവറിയും നൽകുന്നു. ഈ മാറ്റങ്ങൾ അർത്ഥമാക്കുന്നത് പാർത്താസ് പോലുള്ള പരമ്പരാഗത സ്റ്റോറുകൾ ഉപഭോക്താക്കളെ ആശ്രയിക്കാനും നിലനിർത്താനും വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ്. ഒരു വലിയ സ്റ്റോർ നടത്തുന്നതിന് നിരവധി ചെലവുകൾ ഉൾപ്പെടുന്നു. അതിൽ MG റോഡ് പോലുള്ള ഒരു പ്രധാന സ്ഥലത്തിന് വാടക, പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കൽ, ധാരാളം ജീവനക്കാർക്ക് ശമ്പളം നൽകൽ, പതിവായി പുതിയ സ്റ്റോക്കുകൾ വാങ്ങൽ, കെട്ടിടം പരസ്യപ്പെടുത്തുന്നതിനും പരിപാലിക്കുന്നതിനും പണം ചെലവഴിക്കൽ തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഈ ചെലവുകളെല്ലാം വഹിക്കുന്നതിനും വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിനും വിൽപ്പന ഉയർന്നതല്ലെങ്കിൽ ഒരു ബിസിനസ് സാമ്പത്തിക പ്രതിസന്ധിയിലായേക്കാം. മാറിക്കൊണ്ടിരിക്കുന്ന വിപണിയുമായി പൊരുത്തപ്പെടുന്നതിൽ പാർത്താസ് വെല്ലുവിളികൾ നേരിട്ടിരിക്കാം.
ഓൺലൈൻ സ്റ്റോറുകൾ വാഗ്ദാനം ചെയ്യുന്ന വിലനിർണ്ണയവുമായോ പുതിയ മാളുകൾ നൽകുന്ന വൈവിധ്യവുമായോ അനുഭവവുമായോ മത്സരിക്കാൻ അവർ പാടുപെട്ടിരിക്കാം. വസ്ത്രങ്ങൾ പോലുള്ള കാര്യങ്ങൾക്കായി ആളുകൾ എത്രമാത്രം ചെലവഴിക്കുന്നു എന്നതിനെ പൊതുവെ സാമ്പത്തിക സ്ഥിതി ബാധിച്ചേക്കാം. ആളുകൾക്ക് മിച്ചം വെക്കാൻ പണം കുറവാണെങ്കിൽ അവർ ഷോപ്പിംഗ് കുറച്ചേക്കാം. ഇത് ടെക്സ്റ്റൈൽ സ്റ്റോറുകൾ പോലുള്ള ബിസിനസ്സുകളെ ബാധിച്ചേക്കാം. ബിസിനസ്സുകൾ അവരുടെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കാനോ മികച്ച രീതിയിൽ നടത്താനോ ആഗ്രഹിക്കുമ്പോൾ വലിയ വായ്പകൾ എടുക്കുന്നത് സാധാരണമാണ്. എന്നിരുന്നാലും ബിസിനസ് പ്രതീക്ഷിച്ചത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ ആ വായ്പ തിരിച്ചടയ്ക്കുന്നത് ഒരു വലിയ ഭാരമായി മാറുന്നു. ബിസിനസിന്റെ വരുമാനം അതിന്റെ എല്ലാ പ്രവർത്തന ചെലവുകളും ഉൾപ്പെടെ വായ്പാ തിരിച്ചടവുകൾ വഹിക്കാൻ പര്യാപ്തമല്ലെങ്കിൽ അത് ഡിഫോൾട്ടായി മാറും. പാർത്താസ് കെട്ടിടം ബാങ്ക് കൈവശപ്പെടുത്തിയപ്പോൾ ബാങ്കിന് ഇപ്പോൾ സ്വത്തിന്മേൽ നിയന്ത്രണമുണ്ടെന്നും പണം തിരികെ ലഭിക്കാൻ അത് വിൽക്കാൻ സാധ്യതയുണ്ടെന്നും അർത്ഥമാക്കുന്നു. വായ്പാ വീഴ്ച കാരണം ഒരു ബാങ്ക് ഒരു വസ്തു ഏറ്റെടുക്കുന്ന പ്രക്രിയ നിയമപരമായ ഒന്നാണ്. മുന്നറിയിപ്പില്ലാതെ അത് സംഭവിക്കില്ല. കുടിശ്ശികയുള്ള വായ്പ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് ബാങ്ക് ആദ്യം പാർത്താസിന്റെ ഉടമകൾക്ക് നോട്ടീസ് അയക്കുമായിരുന്നു. 2023 സെപ്റ്റംബറിൽ യഥാർത്ഥത്തിൽ കൈവശം വെക്കുന്നതിന് വളരെ മുമ്പ് തന്നെ 2021 ജൂണിൽ ബാങ്ക് ഒരു ഡിമാൻഡ് നോട്ടീസ് നൽകിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ കുറച്ചു കാലമായി തുടരുകയാണെന്നും ബാങ്ക് പണം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു. നോട്ടീസ് ലഭിച്ചിട്ടും വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വായ്പക്കാരൻ പരാജയപ്പെട്ടാൽ സർഫേസി നിയമപ്രകാരം ബാങ്കിന് കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. സ്വത്ത് ഭൗതികമായി കൈവശപ്പെടുത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഇത് ഒരു ഔപചാരിക പ്രക്രിയയാണ്. പലപ്പോഴും നിയമപ്രതിനിധികളും ചിലപ്പോൾ പോലീസും ഉൾപ്പെടുന്നതിനാൽ ഇത് സമാധാനപരമായും നിയമപരമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. പാർത്താസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള സമയമായി മാറി. നിരവധി ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. പൊതുജനങ്ങളുടെയും ഒരുപക്ഷെ നിരവധി ജീവനക്കാരുടെയും വീക്ഷണകോണിൽ അടച്ചുപൂട്ടലിന്റെ പെട്ടെന്നുള്ള ദൃശ്യം ഞെട്ടൽ വർദ്ധിപ്പിച്ചു. ബാങ്ക് ഏറ്റെടുത്ത ദിവസം MG റോഡിലെ കാഴ്ച പാർത്താസിലെ പതിവ് തിരക്കേറിയ ഷോപ്പിംഗ് ദിനത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ബാഗുകളുമായി കടയിലേക്ക് കടക്കുന്നവർക്കും പോകുന്നതിനും പകരം ബാങ്ക് ഉദ്യോഗസ്ഥരും നിയമപ്രതിനിധികളും പ്രവേശന കവാടത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. വായ്പാ കുടിശ്ശിക കാരണം സ്വത്ത് ബാങ്കിന്റെ കൈവശമാണെന്ന് വ്യക്തമാക്കുന്ന നോട്ടീസുകൾ പതിക്കുന്നു. വർഷങ്ങളായി വിശ്വസ്തരായ ഉപഭോക്താക്കളായിരുന്ന ആളുകൾക്ക് ആ പ്രശസ്തമായ സ്റ്റോർ അടച്ചുപൂട്ടുന്നത് കാണുന്നത് സങ്കടപരവും ഒരുപക്ഷെ അല്പം ഗൃഹാതിരത്വം ഉളവാക്കുന്ന ഒന്നായിരുന്നിരിക്കാം. തലമുറകളായി ഷോപ്പിംഗ് നടത്തിയിരുന്ന ഒരു സ്ഥലമായിരുന്നു പാർത്താസ്. വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള അവരുടെ കുടുംബ പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്നു അത്. അതിന്റെ അടച്ചുപൂട്ടൽ പലർക്കും ഒരു യുഗത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തി. ഒരു കാലത്ത് തിരക്കേറിയ പ്രവർത്തന കേന്ദ്രമായിരുന്ന കെട്ടിടം തന്നെ നിശബ്ദവും ശൂന്യവുമായി മാറി. വായ്പാ തുക തിരിച്ചു പിടിക്കാൻ ഉപയോഗിക്കേണ്ട ആസ്തിയുടെ ഭാഗമായി അതിനുള്ളിലെ സാധനങ്ങൾ, പ്രദർശനങ്ങൾ എല്ലാം ഇപ്പോൾ ബാങ്കിന്റെ നിയന്ത്രണത്തിലാണ്. പാർത്താസ് കെട്ടിടം പോലുള്ള ഒരു വസ്തു ബാങ്ക് കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ പ്രധാന ലക്ഷ്യം അവർക്ക് നൽകാനുള്ള പണം തിരിച്ചു പിടിക്കുക എന്നതാണ്. സ്വത്ത് വിൽക്കുക എന്നതാണ് അവർ സാധാരണയായി ചെയ്യുന്ന രീതി. ലേല പ്രക്രിയയിലൂടെ അവർക്കിത് ചെയ്യാൻ കഴിയും. MG റോഡ് പോലുള്ള ഒരു പ്രധാന സ്ഥലത്ത് ഒരു വലിയ വാണിജ്യ കെട്ടിടം വിൽക്കുന്നത് സങ്കീർണമായ ഒരു പ്രക്രിയയാകാം. ബാങ്ക് വസ്തുവിന്റെ മൂല്യം കണക്കാക്കുകയും പിന്നീട് ലേലം നടത്തുകയോ വാങ്ങുന്നയാളെ കണ്ടെത്തുകയോ ചെയ്യേണ്ടതുണ്ട്. വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന പണം കുടിശ്ശികയുള്ള വായ്പാ തുക അടയ്ക്കാൻ ഉപയോഗിക്കും. ബാങ്കിന് പണം നൽകുകയും വിൽപ്പനയുടെ ചെലവുകൾ വഹിക്കുകയും ചെയ്ത ശേഷം എന്തെങ്കിലും പണം ബാക്കിയുണ്ടെങ്കിൽ അത് യഥാർത്ഥ ഉടമകൾക്ക് തിരികെ ലഭിക്കും. എന്നിരുന്നാലും പലപ്പോഴും വായ്പാ തുക തിരിച്ചു പിടിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ബാങ്ക് ആ സ്ഥലം ഏറ്റെടുക്കുകയും അത് കൈകാര്യം ചെയ്യാനുള്ള പ്രക്രിയയിലുമായിരുന്നു. ലേലത്തിന്റെ ചെറിയൊരു വിവരണം ഞാനൊന്ന് പറയാം. സർഫാസി ആക്ട് പ്രകാരം 37.69 കോടി വായ്പാ കുടിശ്ശിക വരുത്തിയതിനാൽ ലേലം നിശ്ചയിച്ചിരുന്നു. ലോട്ട് 1 കണയന്നൂർ താലൂക്കിലെ എറണാകുളം വില്ലേജിലെ സർവേ നമ്പർ 735/5, 737/12 എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 27,753 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോറൂമുള്ള 19.669 സെന്റ് ഭൂമി ഉൾക്കൊള്ളുന്ന ഒരു വാണിജ്യ സ്വത്ത്. ലോട്ട് 2 ഷോറൂം പരിസരത്ത് ലഭ്യമായ ജംഗമ ആസ്തികളും സ്റ്റോക്കും. ലോട്ട് 3 കണയന്നൂർ താലൂക്കിലെ എറണാകുളം വില്ലേജിലെ സർവേ നമ്പർ 701/1 സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടത്തോടു കൂടിയ 4.42 സെന്റ് അളക്കുന്ന ഒരു അധിക സ്വത്ത്. ഇത്രയുമാണ് ലേലത്തിന്റെ വിവരങ്ങൾ. വ്യക്തമായ റിപ്പോർട്ടില്ലെങ്കിലും ഒരു ഓൺലൈൻ ലേലം നടത്തിയിരുന്നു എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ലേലത്തിൽ പിടിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല എന്നും കേട്ടു. കെട്ടിടത്തിന്റെ ഭാവി എന്താകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് മറ്റൊരു ബിസിനസ് വാങ്ങുമോ, പൊളിച്ചു മാറ്റി പുനർനിർമ്മിക്കുമോ, അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുമോ എന്നത് ആരാണ് അത് വാങ്ങുന്നത് എന്നതിനെയും അവരുടെ പദ്ധതികളെയും ആശ്രയിച്ചിരിക്കും. പാർത്താസ് അടച്ചുപൂട്ടൽ ബിസിനസിനെയും ജീവനക്കാരെയും മാത്രമല്ല ബാധിച്ചത്. കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശസ്തമായ തെരുവിലെ ഒരു അറിയപ്പെടുന്ന ലാൻഡ്മാർക്കിന്റെ നഷ്ടമായിരുന്നു അത്. നിരവധി കടകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും പേരുകെട്ട MG റോഡിന്റെ ഭൂപ്രകൃതി തന്നെ അത് മാറ്റിമറിച്ചു. പരമ്പരാഗത തുണിക്കടകൾ ഇഷ്ടപ്പെടുന്നവർക്കും വർഷങ്ങളായി വിശ്വസ്തരായ ഉപഭോക്താക്കളായി തുടരുന്നവർക്കും ഷോപ്പർമാർക്കും പ്രത്യേകിച്ച് പരിചിതവും വിശ്വസനീയവുമായ ഒരു ഷോപ്പിംഗ് സ്ഥലം നഷ്ടപ്പെടുന്നതിന്റെ അർത്ഥം ഇതാണ്. കൊച്ചിയിൽ മറ്റ് നിരവധി തുണിക്കടകളും മാളുകളും ഉണ്ടെങ്കിലും പാർത്താസിന് പലർക്കും ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു.
നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ പരമ്പരാഗത റീറ്റെയിൽ ബിസിനസ്സുകൾ നേരിടുന്ന വെല്ലുവിളികളെയും ഈ സംഭവം എടുത്തു കാണിച്ചു. പുതിയ വിപണി യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാനും അവരുടെ സാമ്പത്തികം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും കഴിയുന്നില്ലെങ്കിൽ ദീർഘകാലമായി നിലനിൽക്കുന്നതും അറിയപ്പെടുന്നതുമായ ബിസിനസ്സുകൾ പോലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുക്തമല്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിച്ചു. പാർത്താസ് കൊച്ചിക്ക് സംഭവിച്ചതിന്റെ കഥ ചില പാഠങ്ങൾ നൽകുന്നു. പ്രത്യേകിച്ച് ബിസിനസ്സുകൾക്ക് സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുക, കടങ്ങൾ കൈകാര്യം ചെയ്യുക, ബിസിനസ്സിന് വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക എന്നിവ ദീർഘകാല നിലനിൽപ്പിന് നിർണായകമാണ്. റീറ്റെയിൽ വിപണി നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ബിസിനസ്സുകൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. പുതിയ പ്രവണതകൾ, ഓൺലൈൻ ഷോപ്പിംഗ് പോലുള്ളവ, മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ മുൻഗണനകൾ എന്നിവയുമായി പൊരുത്തപ്പെടാൻ തയ്യാറാകണം. സാമ്പത്തിക മാന്ദ്യം ഒരു ബിസിനസ്സിനെ സാരമായി ബാധിക്കും. ശരിയായ അടിയന്തര പദ്ധതികൾ ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ്. തിരക്കേറിയ ഒരു വിപണിയിൽ മത്സരാത്മകമായ അന്തരീക്ഷം മനസ്സിലാക്കുകയും വേറിട്ട് നിൽക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർത്താസ് അടച്ചുപൂട്ടൽ സമ്പദ് വ്യവസ്ഥയും ബിസിനസ് അന്തരീക്ഷവും എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു ദൃശ്യ സൂചനയായിരുന്നു. കാലക്രമേണ നഗരങ്ങളും അവയുടെ വാണിജ്യ മേഖലകളും എങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തുടർച്ചയായ കഥയുടെ ഒരു ഭാഗമാണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.